ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ആദ്യ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങിയ ക്യാമ്പിലേക്ക് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ 17-18 വാർഡുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടങ്ങിയിരിക്കുന്നത്. ശക്തമായി തുടരുന്ന മഴയും വെള്ളക്കെട്ട് ഭീഷണിയും കണക്കിലെടുത്ത ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ദ്രുതഗതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഭരണസമിതി നടത്തുന്നത്. വെള്ളക്കെട്ട് തുടരുന്നതിനാൽ ചേർപ്പ് പഞ്ചായത്തിൽ 8 സ്കൂളുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുക. ഇതിൽ ആദ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പാണ് ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുറന്നത്. വ്യാഴാഴ്ച രാവിലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 17-ാം വാർഡിലെ 5 കുടുംബങ്ങളിൽ നിന്നുള്ള 12ഓളം പേരാണ് മാറ്റിപ്പാർപ്പിച്ചത്. വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകുന്നത് തുടരുന്നതോടെ വരും മണിക്കൂറുകളിൽ കൂടുതൽ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലെത്തുമെന്നാണ് കരുതുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പറഞ്ഞു. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതി സജ്ജമാക്കിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ, അതേമാതിരി ആരോഗ്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്. ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ ഈ പ്രാവശ്യം തോടുകളൊക്കെ വൃത്തിയാക്കിയത് കൊണ്ടാണ് ക്യാമ്പ് ഇവിടെ നമ്മുടെ ഭാഗ്യവശാൽ ക്യാമ്പ് നേരം വൈകിയത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ ക്യാമ്പ് വളരെ 2 മാസത്തോളം ക്യാമ്പ് ഉണ്ടായിരുന്നു. നമ്മൾ പല പ്രദേശങ്ങളും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ തവണ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു തീരുമാനമെടുത്തത് നമുക്ക് നമ്മുടെ തോടുകളൊക്കെ ക്ലീൻ ചെയ്യാനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുവിധ സ്ഥലങ്ങൾ ക്യാമ്പിൻ്റെ ആവശ്യമില്ലാതെ വന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ പുഴയിൽ നമ്മുടെ ഡാമുകളിൽ നിന്നൊക്കെ വെള്ളം തുറന്നു വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ പ്രദേശത്തേക്ക് ഒഴുകി വരികയാണ്. അതുകൊണ്ട് നമുക്ക് ക്യാമ്പുകൾ തുടങ്ങേണ്ട ആവശ്യം വന്നത്. നമ്മുടെ 8 സ്കൂളുകൾ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്, നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്കൂളാണ്. ഇപ്പോൾ 5 കുടുംബമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 12ഓളം ആൾക്കാർ വന്നിട്ടുണ്ട്. കുറേ ആളുകൾ ഇവിടെ നിന്ന് ഇപ്പോൾ വെള്ളം കൂടിയപ്പോൾ തന്നെ അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇത് ഒന്ന് പടിഞ്ഞാറ്റുമുറി പ്രദേശം, തെക്കേപ്പാടം, അതേമാതിരി മുത്തുലിയാൽ പ്രദേശം, തോപ്പ് വരുന്ന കനാൽ പ്രദേശങ്ങൾ, ഈ പ്രദേശത്താണ്. പിന്നെ പണ്ടാരച്ചിറ ഈ പ്രദേശത്താണ് ഇപ്പോൾ കൂടുതലായിട്ട് വെള്ളക്കെട്ട് കൂടി വന്നിരിക്കുന്നത്. പുതിയ ഭരണസമിതി അധികാരമേറ്റതിന് പിന്നാലെ എല്ലായിടങ്ങളിലും തോടുകളടക്കം ശുചീകരിച്ചത് ഒരു പരിധിവരെ വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാൻ സഹായിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ക്രിസ്റ്റീന, മെമ്പർമാരായ CV ലോകിതാക്ഷൻ, MH സജീർ, ബൈജുസൻ ജോൺ, PH ഉമ്മർ, അനിത അനിലൻ, പ്രിയലത പ്രസാദ്, മൃദുല കിഷോർ, ശരണ്യ വൈശാഖ്, രുക്മിണി, സെക്രട്ടറി മുംതാസ്, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ, ആരോഗ്യ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, MN ഉണ്ണികൃഷ്ണൻ എന്നിവരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു.